പാർലമെന്റിൽ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. 10 വർഷത്തിന് ശേഷം ലഭിച്ച പ്രതിപക്ഷ പദവി പക്വതയോടെ ഉപയോഗിക്കുന്നില്ലെന്നും കർഷക മോർച്ച സംസ്ഥാന നേതൃത്വ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം.ടി. രമേശ് പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് മുൻപ് വാദപ്രതിവാദങ്ങളുണ്ടാവുമെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനാധിപത്യ സംരക്ഷകരാവേണ്ടവരാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും. നിർഭാഗ്യവശാൽ പ്രതിപക്ഷ മുന്നണി ചർച്ചകളെയും വാദങ്ങളെയും അട്ടിമറിക്കുകയാണ്. എണ്ണത്തിൽ കുറവുണ്ടായെങ്കിലും രാജ്യമാകമാനം മോദിയെയും എൻ.ഡി.എയെയും പിന്തുണച്ചുവെന്നും രമേശ് പറഞ്ഞു. രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരു പാർലമെന്റ് സമ്മേളനമാണ്. രാജ്യത്ത് ഇതുവരെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള പദവിയിൽ രാഹുൽ ഗാന്ധി ഇരുന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വരുന്നു. സുദീർഘമായ കാലത്തിന് ശേഷമാണ്, കോൺഗ്രസിന് 10 വർഷത്തിന് ശേഷമാണ് പ്രതിപക്ഷ പദവി കോൺഗ്രസിന് ലഭിക്കുന്നത്, നേതൃപദവി ലഭിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും രാജ്യത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം രാജ്യം പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിയത്. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന ഒരു പ്രസംഗമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ. ഏതാണ്ട് 1 മണിക്കൂർ 40 മിനിറ്റ് നേരമാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിൽ എവിടെത്തു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തെ പരാമർശിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല. കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി ആർ നായർ അധ്യക്ഷനായി. ബിജെപി സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ, ജില്ലാ പ്രസിഡന്റ് കെ.എം. ഹരിദാസ്, കർഷക മോർച്ച ഭാരവാഹികളായ ഹരിഘോഷ്, വിപിൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.